ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറുമാണ്. മൾട്ടിപ്ലക്സറിനെ നമ്മൾ മക്സ് എന്ന് പറയും, ഡീമൾട്ടിപ്ലക്സറിനെ നമ്മൾ ഡിമക്സ് എന്നുമാണ് പറയാറുള്ളത്. അപ്പോൾ മൾട്ടിപ്ലക്സർ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ ഇൻപുട്ടുകൾ വളരെയധികം ഉണ്ടായിരിക്കും, പക്ഷെ ഒരു സിംഗിൾ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഇൻപുട്ടുകളിൽ മുഴുവൻ നമ്മൾ ഡാറ്റാസ് ലൈൻസ് കൊടുന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഏത് ഡാറ്റ ഏത് ടൈമിൽ സെലക്ട് ചെയ്യണമെന്നുള്ളതിന് ഡാറ്റ സെലക്ടർ ഇൻപുട്സ് എന്ന് പറഞ്ഞിട്ട് ലൈൻസ് വേറെ ഉണ്ടായിരിക്കും. ആ ലൈനിൽ വരുന്ന സിഗ്നലിന് അനുസരിച്ചിട്ടാണ് നമ്മൾ മെയിൻ ലൈനുകളിൽ ഇൻപുട്ട് ലൈനുകളിൽ വന്നിട്ടുള്ള ഡാറ്റകളെ നമ്മൾ ഈ സിംഗിൾ ലൈനിലോട്ട് സ്വിച്ച് ചെയ്ത് വിടുക. അപ്പോൾ ഇൻപുട്ടിലെ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് സൈഡിലുള്ള ഒരു 4x1 മൾട്ടിപ്ലക്സർ ആണ് ഒരു പിക്ചർ നിങ്ങൾക്ക് വരച്ചു തന്നിട്ടുള്ളത്. അതിൽ 4 ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. അതിൽ കാണിക്കുന്നത് I0, I1, I2, I3 എന്നുള്ള 4 എണ്ണം. അവിടെയാണ് നമ്മൾ ഇൻപുട്ടിലെ ഡാറ്റകൾ കൊടുന്ന് കണക്ട് ചെയ്യുന്നത്. ഈ 4 ലൈനിൽ ഏത് ലൈൻ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സെലക്ടർ ഇൻപുട്സ് ആണ് S1ഉം S0. അവിടെ കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ചാണ് ഏത് ലൈനിലെ ഡാറ്റയാണ് ഔട്ട്പുട്ട് വൈയിലോട്ട് ട്രാൻസ്ഫർ ആയി പോകേണ്ടത് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 2n ഇൻപുട്സ് ആണ് ഇവിടെ ഉള്ളത് എങ്കിൽ മാത്തമാറ്റിക്കൽ ടൈമിൽ പറയുകയാണെങ്കിൽ അതിൽ n എന്ന് പറയുന്നത് സെലക്ടർ ലൈൻ ആയിരിക്കും. പിന്നെ മൾട്ടിപ്ലക്സറിനെ നമ്മൾ ഡാറ്റ സെലക്ടർ എന്നുള്ള ഒരു പേരിലും അറിയപ്പെടാറുണ്ട്. കാരണം ഈ സെലക്ടർ ലൈൻ വെച്ചിട്ട് ഏത് ഇൻപുട്ടിലെ ഡാറ്റയാണ് ഔട്ട്പുട്ടിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിച്ചു വിടുകയാണ്. അതിനാണ് ഡാറ്റ സെലക്ടർ എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മൾ ഡീമൾട്ടിപ്ലക്സർ, ഡിമക്സ്. നേരത്തെ പറഞ്ഞതിന്റെ റിവേഴ്സിലുള്ള പ്രോസസ്. അപ്പൊ അവിടെ ഡാറ്റ സെലക്ടർ ആയിരുന്നു, ഇപ്പൊ ഇവിടെ എന്ത് പറയും, ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അപ്പോൾ ആ സിംഗിൾ ലൈൻ കൊടുത്തിട്ട് ഇൻപുട്ടിൽ ഒരു സിംഗിൾ ലൈനേ ഉള്ളൂ, ഔട്ട്പുട്ടിലാണെങ്കിൽ മൾട്ടിപ്പിൾ ലൈൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഒരു പിക്ചറിൽ ഒരു 1 to 4 ഡീമൾട്ടിപ്ലക്സർ ആണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഇൻപുട്ട് ലൈനും 4 ഔട്ട്പുട്ട് ലൈനും ഉള്ളത്. ഈ 4 ഔട്ട്പുട്ട് ലൈനിൽ ഏത് ലൈനിലേക്ക് ഡാറ്റ പോകണമെന്ന് ചൂസ് ചെയ്യുന്നത് മുമ്പത്തെ പോലെ തന്നെ ഡാറ്റ സെലക്ടർ പിൻസ് ഉണ്ട്, അവരാണ്. അതിനെ S0, S1 എന്നാണ് നമ്മൾ പറയുക. ഇവിടുത്തെ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടറിനെ നമ്മൾ ലൈൻസ്, ഔട്ട്പുട്ട് ലൈൻസിന് പറയുന്നത് D0, D1, D2, D3 എന്നുള്ള ഫോമുല. അപ്പോൾ ഇൻപുട്ടിൽ വരുന്ന ഡാറ്റ ഏത് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ടിംഗ് ലൈനിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് ഈ സെലക്ടർ ഇൻപുട്സ് വഴിയാണ് തീരുമാനിക്കുന്നത്. അപ്പോ മക്സും ഡിമക്സും ഒരു കേബിളിന്റെ 2 അറ്റങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ഉപയോഗം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈനിൽ നിന്ന് കുറെ ടെലിഫോൺസിന്റെ ലൈനുകളിൽ തന്നെ നമ്മൾ എടുക്കുക. 2 എക്സ്ചേഞ്ചിന് ഇടയ്ക്കുള്ള കണക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഒരു 100 കണക്ഷൻ വന്ന് നിൽക്കുന്ന എക്സ്ചേഞ്ചാണ് ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അതിന്റെ അടുത്ത എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ ഒരു 4 ലൈൻ വഴിയെ നമുക്ക് കണക്ഷൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് നെക്സ്റ്റ് എക്സ്ചേഞ്ചിലേക്ക് ബന്ധിപ്പിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ 100 എക്സ്ചേഞ്ചിലെ ഡാറ്റ ഒരുമിച്ച് നമുക്ക് ഈ 4 ലൈനിലോട്ട് വിടണമെങ്കിൽ അവിടെ ഒരു മൾട്ടിപ്ലക്സർ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടി വരും. തിരിച്ച് എവിടെയാണോ ഡെസ്റ്റിനേഷൻ എക്സ്ചേഞ്ച് വരുന്നത് അവിടെ നിന്ന് 4 ലൈനിനെ വീണ്ടും തിരിച്ച് 100 ലൈനിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ഡീമൾട്ടിപ്ലക്സറും അവിടെ വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള മീനിങ് നമ്മൾ മനസ്സിലാക്കണം അതിൽ നിന്ന്. അതുപോലെ ഡാറ്റ സെലക്ഷൻ എന്നുള്ള മീനിങ്ങും നമ്മൾ മനസ്സിലാക്കി പഠിക്കണം.